എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. ആ വ്യക്തിയുടെ പഴയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വേണമോ? തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ മുൻപ് സ്നേഹിച്ചിരുന്നത് പോലെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൽ ഒട്ടും കുറവ് വരുത്താൻ അല്ലെങ്കിൽ കുറവ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ സ്നേഹം മുഴുവൻ വേണം. നിങ്ങളത് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം ആ സ്നേഹമാണ് നിങ്ങളുടെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ ഒരു കുറവ് ഉണ്ടാകാൻ നിങ്ങളൊട്ടും ആഗ്രഹിക്കുന്നില്ല. ആ സ്നേഹം എങ്ങനെയായിരുന്നുവോ അതുപോലെ വേണം എന്ന് നിങ്ങൾ എന്നും ആഗ്രഹിക്കുന്നു. ആ സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളെ സംബന്ധിച്ച് അത് കൂടിയേ തീരൂ. ആ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം. ആ സ്നേഹം എത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നുവോ അത് നിങ്ങൾക്ക് അത്രമാത്രം സന്തോഷം നിങ്ങളിലുണ്ടാവുകയും ചെയ്യും. ആദ്യത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. മജീഷ്യനാണ് കാർഡ്. നിങ്ങളുടെ ആഗ്രഹം ഇവിടെ വ്യക്തമാണ്. ആ വ്യക്തിയുടെ സ്നേഹം യഥാവിധി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ എല്ലാ ചിന്തയും ആ വ്യക്തിയിലേക്ക് അധിഷ്ഠിതമാണ്. ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഉണർത്താൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സ്നേഹം തനിക്ക് കുറഞ്ഞോ എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകുന്നു. അത് നിങ്ങളെ കഴിവില്ലാത്ത ഒരാളാക്കി മാറ്റിയേക്കും. വളരെ ജെനുവിനായ ഒരു പ്രണയമാണ് നിങ്ങൾക്കുള്ളത്. അല്പം പോലും കളങ്കമില്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ചിലത് നേടാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ പ്രണയം തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സ് ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് അകലാൻ പാടില്ല. അതിൽ അളവ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിലും നിങ്ങളുടെ ചിന്തയിലൊക്കെ അത് വരുന്നു. ഒറ്റപ്പെടലിൻ്റെ ഒരു തോന്നലും ഭയവും നിങ്ങളിലുണ്ട്. ആ വ്യക്തി എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത നിങ്ങളെ ഭയപ്പെടുത്തുന്നു. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ മനസ്സാന്നിധ്യവും നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ആ വ്യക്തിയുടെ സ്നേഹം എന്നും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വ്യക്തിയുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തുറന്നു പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. കാരണം എൻ്റെ വ്യക്തിയുടെ സ്നേഹം എന്നിലുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കത് വഴി വരും. നിങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. എന്ത് മൂല്യങ്ങളുണ്ടെങ്കിലും, എന്ത് അവസരങ്ങളുണ്ടെങ്കിലും, എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും, എന്ത് അധികാരങ്ങളുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയുകയുമില്ല. ആ വ്യക്തിയെ തടയാൻ ആർക്കും കഴിയില്ല. മൂന്നാമത്തെ കാർഡ് പറയുകയാണ്, ആ വ്യക്തിയെ തടയാൻ ആർക്കും കഴിയില്ല നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ വരുന്നതിനെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല. ഒരു ശക്തിക്കും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനും കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. മനസ്സ് നിറഞ്ഞ് നിങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആ കാര്യത്തിൽ വളരെ പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഭയം അവിടെ വേണ്ട. തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വികാരം വന്നിരിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി. ആ എനർജിയെ ആർക്കും തടയാൻ കഴിയില്ല. അത് പോസിറ്റീവ് എനർജിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനെ തടയാൻ ഇപ്പോൾ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് പോലും തടയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അകാരണമായിട്ട് ദുർബോധനങ്ങൾ കൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നു. ആ ദുഃഖം വേണ്ട. അടുത്തതായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡാണ്. മറ്റുള്ളവരുടെ ചിന്തയും മറ്റുള്ളവരെ പിണക്കേണ്ടി വരുമോ, മറ്റുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട.
നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. നിങ്ങളുടെ ചിന്തയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ചിന്തയിലാണ് അതുള്ളത്. ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുള്ളതിനേക്കാളുപരി നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ ചിരിയോ മറ്റുള്ളവരുടെ തീരുമാനങ്ങളോ മറ്റുള്ളവർ എന്ത് പറയുന്നുവോ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോ നിങ്ങൾ ശ്രദ്ധയ്ക്കെടുക്കരുത്, നിങ്ങൾ വിലക്കെടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യേണ്ട നിങ്ങളുടെ മുമ്പിലുള്ള ദൗത്യം, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി, അതിലേക്ക് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുമായിട്ടുള്ള ജീവിതം, നിങ്ങളുമായിട്ടുള്ള സന്തോഷം, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളൊരിക്കലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് തടസ്സമായിട്ട് വരും. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല, അതിൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെ മറ്റുള്ളവരുടെ തോന്നലുകളല്ല നിങ്ങളെ നയിക്കേണ്ടത്. നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. നിങ്ങൾ മറ്റുള്ളവരുടെ തോന്നലുകൾ നിങ്ങളെ നയിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റുള്ളവരല്ല നിങ്ങളെ നയിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കറിയണ്ട. പക്ഷെ നിങ്ങൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അവിടെ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം, നിങ്ങൾ തമ്മിലുള്ള എനർജി, നിങ്ങൾ തമ്മിലുള്ള ആ കോമ്പിനേഷൻ, നിങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങൾ, അതിലേക്ക് നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ഉണ്ടാക്കുന്നു. ആ ഭയത്തിൽ നിന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് സ്നേഹം കുറഞ്ഞോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരെ വിടുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടായത് ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ കാർഡ് വളരെ നിർണായകമാണ്. മറ്റുള്ളവരുടെ ചിന്തകളെക്കുറിച്ച് അനാവശ്യമായും എഴുതാപ്പുറം വായിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊരിക്കലും വേണ്ട. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമുള്ളപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. മറ്റുള്ളവർ ഇവിടെ ആരുമല്ലെന്നേ. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. അതുതന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് ഉറച്ച് മുന്നോട്ട് പോവുക. പിന്നെ മറ്റുള്ളവർ ഉണ്ടാക്കിയെന്ന് പറയുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒട്ടും ചിന്തിക്കേണ്ട. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാൻ. ജഡ്ജ്മെൻ്റാണ് കാർഡ്. നിങ്ങളെ അവർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറുകയാണ്. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നു. പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നു. നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന് പോസിറ്റീവായൊരു മാറ്റം ഉണ്ടാകുന്നു. ഒരു നല്ല തീരുമാനം, പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അല്ലെങ്കിൽ വന്നിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുന്നു. അവസരങ്ങളില്ല, ഞാനാകെ പ്രതിസന്ധിയിലായി, ഞാനാകെ പ്രശ്നത്തിലായി എന്നുള്ള ചിന്ത മാറി. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഭയപ്പെട്ട അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് അറിഞ്ഞ് ഭയപ്പെട്ടത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നു. സമാധാനപരമായിട്ട് പോവുക. അടുത്ത കാർഡ് പറയുന്നത് അതാണ്. പോസിറ്റീവ് എനർജിയോടെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഒന്നും ഭയപ്പെടാനില്ല. ചിന്തകൾ മാറ്റുക. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ യഥാവിധി സ്നേഹിക്കുന്നു. തെറ്റിദ്ധാരണകൾ മാറുന്നു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. മനസ്സിൽ ആർജിക്കുന്നു. നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.